സ്തോത്രം. അപ്പോൾ ഇത് ദൈവത്തോട് ആലോചന ചോദിക്കാതെ പരിശുദ്ധാത്മാവിന് നിയന്ത്രണത്തിന് വിധേയം ആകാഞ്ഞതുകൊണ്ട് പറ്റിയ അതുകൊണ്ട് പറ്റിയ സ്തോത്രം പല പരാജയങ്ങൾ ഉണ്ടെന്നുള്ളത് വ്യക്തമാ. സ്തോത്രം. അഞ്ചാമതായി സ്നേഹത്തിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. അപ്പൊ സ്നേഹത്തിൽ യേശുവിനെ സ്നേഹിക്കുവാനായി കഴിയുമോ? യേശുവിനെ സ്നേഹിക്കുമ്പോൾ യേശുവിനെ നമ്മൾ വിധേയപ്പെടും. യേശുവിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കും. അപ്പം പ്രാർത്ഥിക്കാൻ താല്പര്യം കൂടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവസ്നേഹത്താൽ നമ്മൾ പൂരിതമാകും. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവവചനത്താൽ നമ്മൾ പൂരിതമാകും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ചെറിയ ആൾക്കാരായിട്ടല്ല വിളിച്ചിരിക്കുന്നത്. രാജ്യവും അവൻ നിങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്നു. വെളിപ്പാട് ദിവസം 1:6 രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ അതേ ദൈവത്തിന്റെ പണിയിൽ ഭാഗഭാഗിത്വം ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുക. നമ്മൾ ചെറിയ ആൾക്കാരല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 8-ാം വാക്യം പറഞ്ഞിരിക്കുന്നു, നമ്മള് വായിച്ച 1 പത്രോസ് 2:8 പറഞ്ഞിരിക്കുന്നത്, അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു. ഉണ്ടോ? അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു. അടുത്ത ശ്രദ്ധിക്കണേ, അതിനവരെ വെച്ചുമിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ അടുത്ത വാക്യം പറഞ്ഞേക്കുന്നത് ഇടറിപ്പോകുവാനായി അവരെ വെച്ചിരിക്കുക. അതുകൊണ്ടാണ് അനുസരണക്കേട് വരുന്നത്. സ്തോത്രം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായി ഇത്. അവർ വചനമനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. ദൈവത്തിലെ ഇതിനൊറ്റ കാര്യമേ ചെയ്യേണ്ടുള്ളൂ. നമ്മൾ വചനം അനുസരിപ്പാനായി, വചനം കേൾക്കുന്ന വചനത്തിനനുസരിച്ച് നമ്മൾ ജീവിപ്പാനായി തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിൽ ദൈവത്തിന്റെ ശെക്കേന ഇറങ്ങിയാൽ ഞാൻ ഈ പറയുന്ന എല്ലായിടത്തും ചലനം നടക്കും. നമ്മുടെ വീടുകളിൽ വ്യത്യാസമുണ്ടാകും, ഭവനങ്ങളിൽ വ്യത്യാസമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ധനത്തോടുള്ള മനോഭാവം നമ്മുടെ എങ്ങനെയായിരിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായി നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? ചിലർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയം പറഞ്ഞാൽ പേടിയാ, ഭയമാ. മറ്റുള്ള വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്റെ വിഷയം എങ്ങനെയായി തീരും? എന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. അത് സ്വാർത്ഥത പ്രാർത്ഥനയാ, സ്വാർത്ഥതയാ, സെൽഫിഷ്. കർത്താവ് കേൾക്കത്തില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവ്, നിങ്ങളുടെ ജീവൻ കർത്താവിന് വിലയേറിയതാ. കർത്താവ് മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളെ വിലയേറിയവരും മാന്യരുമായി നിങ്ങളെ ആക്കിയിരിക്കുക. നമ്മുടെ പൊസിഷൻ കീപ്പപ്പ് ചെയ്യാനായിട്ട് നാം ബാധ്യസ്ഥരാ. പ്രൈസ് ദി ലോർഡ്. നാം പൊസിഷൻ കീപ്പപ്പ് ചെയ്യാൻ തയ്യാറായാൽ മാത്രം മതി. നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം രാജകീയ റോയൽ അനോയിന്റിംഗ് ആണ്, റോയൽ രാജകീയ അതേ അഭിഷേകമാണ് നമ്മൾ ഈ വ്യാപരിക്കാൻ പോകുന്നത്. ആ രാജകീയ അഭിഷേകത്തിന് മുമ്പിൽ ഒന്നും നിൽക്കാൻ കഴിയത്തില്ല, എല്ലാം തച്ചുടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വിശ്വാസത്താൽ നടക്കുന്ന കാര്യങ്ങളാ. ഇത് പ്രാർത്ഥനയാൽ നടക്കുന്ന വിഷയമാ. ഇത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ അനുസരണത്തിൽ നടക്കുന്ന വിഷയങ്ങളാ. ഇത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുവാനായി നമ്മൾ എത്ര പേർ നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കും? നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്കൊരു സിൻസിയറിറ്റി ഉണ്ടായിരിക്കണം, ഒരാത്മാർത്ഥത. നമ്മുടെ ചിന്തകളിൽ ആത്മാർത്ഥത ഉണ്ടോ? വാക്കുകളിൽ ആത്മാർത്ഥത, നമ്മുടെ പ്രവൃത്തിയിൽ പ്രൈസ് ദി ലോർഡ് ആത്മാർത്ഥത നിറഞ്ഞതാണെങ്കിൽ സമാധാനവും സന്തോഷവും നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് അയക്കും. പ്രൈസ് ദി ലോർഡ്. ചിലരുണ്ട് ഈ പ്രശംസ പറയുന്നവര്, ചുമ്മാ മുഖസ്തുതി പറയുന്നവര്. മുഖസ്തുതി പറയല്ലേ. സ്തോത്രം. നമ്മെ തന്നെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് നമ്മളെ ഇത് ചെയ്യരുത്. സ്വയം പ്രശംസിക്കരുത്, മറ്റുള്ളവരെ പ്രശംസിച്ചുകൊണ്ടിരിക്കരുത്. ദൈവത്തിന് വേണം പ്രശംസ കൊടുക്കുവാൻ. ചിലര് മറ്റുള്ളവരെ അങ്ങ് കുറ്റപ്പെടുത്തും. സ്റ്റോപ്പ് ബ്ലെയിമിങ്. സ്തോത്രം. ചിലർ നമ്മളെ തന്നെ അങ്ങ് കുറ്റപ്പെടുത്തും. ഓ, ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഞാൻ പാടിയാ അറിയത്തില്ല, എനിക്ക് പാടാൻ അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാകത്തില്ല. സ്തോത്രം. അതൊക്കെ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വരണം. എന്നെ കൊണ്ട് പറ്റും. എന്നെ ദൈവം ഒരു അഭിഷേകമായി നീ എന്റെ മേൽ പകരുന്നത്. ഞാൻ നിൽക്കും, ഞാൻ നിന്ന്. നീ പൊസിഷൻ കീപ്പപ്പ് ചെയ്തേ, അഭിഷേകം ഇറങ്ങുമെന്ന് നോക്കിയേ. ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ നമുക്ക്? ഒരു ആത്മവിശ്വാസമുണ്ടോ? പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അതിനെ ഉറപ്പിക്കുക. നിന്റെ ഹൃദയം ഒന്ന് ഒരുങ്ങട്ടെ, നിന്റെ അകമൊന്ന് സടകുടഞ്ഞ് എഴുന്നേക്കട്ടെ, ഉറങ്ങിക്കിടക്കുന്ന സിംഹക്കുട്ടി ഒന്ന് എഴുന്നേക്കട്ടെ, വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. മരണം 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 എന്ന് പറയുന്ന പരാജയം പരാജയം എന്ന് പറയുന്ന ശബ്ദത്തെ മാറ്റി ആത്മാവിന്റെ ചേതന, ആ ശക്തി നമ്മളിലേക്ക് ഇറങ്ങട്ടെ. നമ്മുടെ ജീവൻ അനശ്വരമാണ്, അത് നശിക്കുന്നില്ല. അതുകൊണ്ട് ആ ശക്തിയെ ദൈവകൃപയിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ ഈ മരണമെന്നും പരാജയം എന്ന് പറയുന്ന വിഷയത്തെ ജയിക്കാൻ പോവുകയാണ്. ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടാണ് നമ്മൾ ഇതിനെ ജയിക്കുന്നത്, അഭിഷേകം കൊണ്ടാണ് ജയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹിഷ്ണുത കൊണ്ടാണ് ജയിക്കുന്നത്. ഇന്ന് പകൽക്കാലം ചെറിയ വിഷയമല്ല നടക്കാൻ പോകുന്നത്. നാം രാജകീയ അഭിഷേകമുള്ളവരാ. പറഞ്ഞാട്ട് നമ്മുടെ ബോഡി കേൾക്കട്ടെ, നമ്മുടെ ശരീരം കേൾക്കട്ടെ, നമ്മുടെ ഭവനം കേൾക്കട്ടെ. അറിഞ്ഞില്ല, നമ്മളോട് എതിർക്കുന്ന ദുഷ്ടൻ കേൾക്കട്ടെ, ബന്ധനങ്ങൾ കേൾക്കപ്പെടണം. അതേ ഹല്ലേലൂയ. ആ ആളല്ല ഞാൻ ആള് മാറി. ഞാൻ ദൈവത്തിന്റെ അഭിഷേകത്താൽ, രാജകീയ അഭിഷേകം എന്റെ മേൽ ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം രാജകീയ അഭിഷേകത്തിന്റെ ശക്തിയും അതിന്റെ നിയോഗവും നമ്മൾ വെളിപ്പെടാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ആരാണെന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു രാജകീയ പുരോഹിത വർഗം. പഴയ നിയമകാലങ്ങളിലൊക്കെ പൗരോഹിത്യത്തിനുള്ള യോഗ്യത ഒരു ന്യൂനപക്ഷത്തിന് മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ലേവി ഗോത്രം അതെ വേർതിരിച്ചു, ലേവി ഗോത്രത്തെ ആ ചുമതല ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരാ കാര്യങ്ങളൊക്കെ യാഗം കഴിക്കുക, ദൈവത്തോടുള്ള ആശയവിനിമയം നടത്തുക, ഇതൊക്കെ അവരുടെ ജോലിയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ഓരോ വിശ്വാസികളും ദൈവം മുമ്പാകെ പുരോഹിതന്മാരാക്കപ്പെട്ടിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് സന്തോഷമാ. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ഒരു വിഭാഗത്തിന് മാത്രമായി, ഒരു ന്യൂനപക്ഷത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിക്കൊണ്ട് ദൈവമേൽപ്പിച്ച പൗരോഹിത്യ ശുശ്രൂഷ, ദൈവം മുമ്പാകെ കടന്നു വരുവാൻ, ജനത്തിനു വേണ്ടി യാഗം കഴിക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഭാഗ്യ പദവി ഒരു കൂട്ടത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുമ്പോൾ പുതിയ നിയമസഭയ്ക്ക്, പുതിയ നിയമ വിശ്വാസികളായ നാം ഓരോരുത്തർക്കും നേരിട്ട് സമയഭേദം കൂടാതെ കടന്നു വരുവാൻ, അവന്റെ ശബ്ദം കേൾക്കുവാൻ, അവനെ സ്തുതിക്കുവാൻ, അവനെ ആരാധിക്കുവാനുള്ള ഭാഗ്യ പദവി തന്നിരിക്കുന്നതോർത്ത് ഞാൻ ഇന്ന് പൽക്കാലം ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ആരാന്നറിയാമോ? നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ഭാരം പേറി തത്തി നിരാശയും പേറി നടക്കേണ്ടവരല്ല. നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിത്യത ആസ്വദിക്കേണ്ടവരാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഭാരം പേറി നീറി സ്തോത്രം, അതേ ഹല്ലേലൂയ സ്തോത്രം, അതങ്ങനെ കൊളാപ്സായി കിടക്കേണ്ടവരല്ല, നിരാശ കയറി നടക്കേണ്ടവരല്ല. ഇന്ന് പകൽക്കാലം നിന്റെ സമയമാ. നീ സ്വതന്ത്രമാക. പ്രൈസ് ദി ലോർഡ്. നിന്നെ സ്വതന്ത്രമാക്കുവാൻ പരിശുദ്ധാത്മാവ് തയ്യാറായി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. നീ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നിന്നെ വിടുവിച്ചെടുക്കുന്ന ദൈവപ്രവൃത്തിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ക്രിസ്തുവിൽ ഒരു പുരോഹിത വർഗമാക്കി കൊണ്ടുവന്നിരിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ വിശ്വാസികൾക്കും ക്രിസ്തുവിൽ കൂടെ ദൈവസേനയിൽ പ്രവേശനം നമുക്ക് ലഭിച്ചു. ഒന്ന്, വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. രണ്ട്, എല്ലാ വിശ്വാസികളും ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ദൈവത്തിന് പ്രസാദകരമായി ജീവിപ്പാൻ നാം കടപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്, ഈ ലോകത്തോട് അനുരൂപരാകാതെ ദൈവത്തോട് അനുസരണത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി കരേറ്റുക. ഇതൊക്കെ നമ്മുടെ കർത്തവ്യങ്ങളാ. സ്തോത്രം. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. ആ സമർപ്പിക്കപ്പെട്ട ദൈവം, പൈതലേ, നീ ഇനി നിന്റേതല്ല, നീ ഉടയവന്റെ വകയാ. നാം അതേ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യേണ്ടവരാണ്. നാം ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുവാൻ തക്കവണ്ണം ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ഈ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കേണ്ടവരാണ്. അനേക അഭിഷിക്തന്മാരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. അനേക ദൈവസഭയുടെയും ദൈവജനത്തിനും വേണ്ടി ഇടിവ് നിൽക്കേണ്ടവരാണ്. ദൈവിക പ്രവൃത്തിയെ ആഗ്രഹിച്ച് ദൈവികമായ ശുശ്രൂഷകൾ ബലപ്പെട്ടു വരുവാൻ നാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടവരാ. എത്ര പേര് പ്രാർത്ഥിക്കും? ദൈവത്തിലെ നാം പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിൽ അനേക അഭിഷിക്തന്മാരെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്, അനേക ശക്തന്മാരെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്.